Ladies and gentlemen, welcome back to our channel. Our happy face. Our happy face ഇപ്പോൾ ഉള്ളത് വേളാങ്കണ്ണി. അങ്ങനെ പോണ്ടിച്ചേരിന്ന് വേളാങ്കണ്ണി എത്തി. ബൈ റോഡ് ബൈ ബുള്ളറ്റ്, നമ്മുടെ ബുള്ളറ്റ് ആയിട്ട് ഇവിടെ എത്തി. നല്ല ഡ്രൈവ്, സൂപ്പർ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഡ്രൈവ്. I think one of the best rides ഈ സൗത്ത് ഇന്ത്യ ചെയ്തതില് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു റോഡായിരുന്നു. പക്ഷെ ചെറിയൊരു ലാസ്റ്റ് ഒരു 45 മിനിറ്റ്സ് കുറച്ച് സ്ട്രഗിളിംഗ് റോഡായിരുന്നു. അതൊരു പൊട്ട റോഡായിരുന്നു. ബട്ട് അതിന് മുൻപ് സൂപ്പർ നല്ല കോൺക്രീറ്റ് റോഡ് എന്ന് എന്താ പറയുക. എന്തായാലും നമ്മൾ ഇനി പുറത്തേക്ക് പോകുന്നു, വേളാങ്കണ്ണി എക്സ്പ്ലോർ ചെയ്യുന്നു, പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം, കുർബാന കാണണം, നല്ല ഭക്ഷണം കഴിക്കണം. ആദ്യം പോയി ഭക്ഷണം കഴിക്കട്ടെ. പോണ്ടിച്ചേരി സൂപ്പർ ആയിരുന്നു. അതിനുശേഷം ഇപ്പം ഇനി വേളാങ്കണ്ണി ഞങ്ങൾ തകർക്കും. ഇന്നിവിടെ സ്റ്റേ ആണ്. നാളെ നമ്മൾ നേരെ പോകുന്നത് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ധനുഷ്കോടി. നമ്മളിവിടെ താമസിക്കുന്ന ഗ്രാൻഡ് ഹോട്ടലാണ്, ഗോൾഡൻ സാൻഡ് ഹോട്ടൽ. നല്ല ഞങ്ങളിപ്പോൾ കണ്ടതല്ല, നിന്നതൊക്കെ ഒരു ഡീസൻറ്റ് സ്റ്റേ തന്നെയാണ്. അലമ്പായിട്ടുള്ളതൊന്നും കിട്ടിയിട്ടില്ല. എല്ലാം 1 നൈറ്റ് സ്റ്റേസ് ആണല്ലോ, പിന്നെ വലിയ കുഴപ്പമില്ല. ഇവിടെ ഫുഡ് കഴിക്കണം. ഇവിടുന്ന് 5-6 മിനിറ്റ് ഉള്ളൂ നമുക്ക് വേളാങ്കണ്ണി പള്ളിയിലേക്ക് പോകുമ്പോൾ. മാക്സിമം വാക്കബിൾ ഡിസ്റ്റൻസ് 7 മിനിറ്റ്സ് ഉള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ അതത്ര തന്നെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നു. ആദ്യം പോയി ഭക്ഷണം കഴിക്കട്ടെ, വിശന്നിട്ട് കുടല്. പള്ളിയും 7 minutes walk. അതിനല്ലേ ഞാൻ പറഞ്ഞത്, പള്ളി തന്നെ ഞാൻ പറഞ്ഞത്. നീ അങ്ങോട്ട് പോവാ. അങ്ങനെ വേളാങ്കണ്ണിയുടെ സ്ട്രീറ്റ്സിലൂടെ നമ്മൾ നടന്നു പോകുന്നു. ബസ് സ്റ്റാൻഡാണ് ഇത്. ബസ് സ്റ്റാൻഡ്. ഇത് ബസ് സ്റ്റാൻഡാണ്. ഇത് ബസ് സ്റ്റാൻഡാണ്. ഓക്കെ, നമ്മുടെ നാട്ടിൽ നിന്ന് ബസ്സുണ്ട്, ബസ്സൊക്കെ ഉണ്ട്. പക്ഷെ ബസ്സിന് വരുമ്പോൾ കുറച്ച് ടാസ്ക് ആവും. ട്രെയിൻ ഉണ്ടെന്ന് തോന്നുന്നു. ട്രെയിൻ വരുന്നത് കുറച്ചും കൂടി ഈസി. എന്തായാലും തമിഴ്നാടിൻ്റെ ഭ്രാന്ത പ്രദേശങ്ങളിലൂടെ ഞങ്ങളിതേ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ആ സ്ട്രീറ്റ്. ഇന്ന് നേരെ പോയാൽ ലെഫ്റ്റ് സൈഡിലാണ് ഹോട്ടൽ വരുന്നത്. അതുകൊണ്ട് നമ്മളങ്ങനെ നടന്നു പോകുന്നു. അതെ, ഫുള്ള് 2 സൈഡിലും ഫുള്ള് കടകളാണ് കേട്ടോ, കാണാണ്ടാവും. നല്ല ക്ലിയർ വെതറാ അല്ലേ. ചൂട് ഇന്നത്ര ചൂടില്ല, നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചൂട് അത്ര അറിയുന്നില്ല. നല്ല തിരക്കുണ്ട്. പേഴ്സും വളയും അയ്യോ. ഇവിടെ 2 സൈഡും ഇങ്ങനെ ചെറിയ ഫുഡിന്റെയും ചിക്കൻ വറുത്ത ഫിഷ് വറുത്തൊക്കെ വെച്ചിട്ടുണ്ട്. മെയിൻ ഫിഷ് ഫ്രൈ ആവും തോന്നുന്നു, അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളത്. ഫിഷ് ഫ്രൈ, പിന്നെ അതേപോലെ ദോശ, പൂരിയൊക്കെ ഇരിക്കണൊക്കെ വലിയ പൂരി. ഇതൊക്കെ പുറത്താണല്ലോ വെച്ചേക്കുന്നത്. ഡീസന്റ് ഹോട്ടലിൽ പോയി കഴിക്കാം. അങ്ങനെയൊന്നുമല്ല, നല്ല കഴിക്കണം. ഇവിടെ എല്ലാം നോർമൽ ഇങ്ങനത്തെ കളിപ്പാട്ടം അങ്ങനത്തെ കടകളാണ്. ഇതൊക്കെ നോർമൽ. അതെ അതെ അതെ. എന്തായാലും നേരെ നോക്കി നടന്നോ. നേരെ നടക്കാൻ പറ്റുമോ? ഇവിടുത്തെ പള്ളികൾ എങ്ങനെയാ, എവിടെയാണ്? ഇവിടെ 1-2 പള്ളിയുണ്ട്. ചർച്ച് അതാന്ന് തോന്നുന്നു. സെയിന്റ് ബെസിലിക്ക ആ കാണുന്ന ആ പള്ളി മെയിൻ ചർച്ച്. നമുക്ക് ആദ്യം ഭക്ഷണം കഴിച്ച് വന്നിട്ട് ഇവിടെയും പോകണം. ഇതിന് ഓപ്പോസിറ്റ് കണ്ട ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു പള്ളി കാണാനുണ്ട്. സെയിന്റ് മേരിയുടെ എന്തോ പള്ളിയാ. ഒക്കെ സെന്റ് മേരീസ് ആണ്, മാതാവിന്റെ പള്ളിയാണ് ഇവിടെ അവിടെ ഉള്ളത്. ഇവിടെയും ഈ ഭാഗത്തേക്കാണ് പള്ളി. നമുക്ക് അവിടെ പോയതിനു ശേഷം പിന്നെ ഈ ഭാഗത്ത് പോയി ഇവിടുന്നാണ് മുട്ടിൽ കഴിഞ്ഞ് പോണ സ്ഥലത്ത് നോക്കാം. നമ്മളിത് സ്ട്രീറ്റിലൂടെ നടക്കുന്നു. ഫുഡ് മുഖ്യം പിക്കിലെ ഫസ്റ്റ് കഴിക്കുന്നു. പിന്നെ പോണ്ടിച്ചേരിന്ന് കഴിച്ചാ 10:30 ആയപ്പം. ആഫ്റ്റർ ദാറ്റ് നമ്മളൊന്നും കഴിച്ചില്ല. നായ്ക്കളെ കാണുമ്പോൾ ചെറിയൊരു ഉൾവിളി, ഒരു ഉൾവലിയുണ്ട്. അത് ഇന്നലെ പോണ്ടിച്ചേരിയിലൊരു നായ ഓടിച്ചു. ഞങ്ങളെ മിരട്ടാൻ ശ്രമിച്ചു. അപ്പോൾ അവിടുത്തെ വാച്ച്മാൻ സാറും അങ്കിൾമാരൊക്കെ കൂടിയിട്ട് നമ്മളെ അങ്ങ് രക്ഷിച്ചു. ഇനിയിപ്പോൾ എവിടേക്കാന്ന് വെച്ചിട്ട് കൊണ്ടുപോകണേ. സത്യം കാണുന്നുണ്ട്, പക്ഷെ അവിടെ അല്ല നമ്മൾ പോകുന്നത്. പിന്നെ എവിടെ കുറച്ചുകൂടെ ഫ്രണ്ടില് നോക്കാം. ദ്രാവിഡ എത്തി. ഇറ്റ് വാസ് വെരി നിയർ ബൈ. ഒക്കെ എത്തി കഴിക്കാൻ പോവാം. അതിന് കയറി നോക്കട്ടെ. റെക്കമെൻഡേഷൻ പ്രകാരം ഹോട്ടലും ഉണ്ട്, അതിൻ്റെ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. നമ്മൾ പോകുന്നത് നേരെ റെസ്റ്റോറൻറ്റിൽ. അങ്ങനെ ഞങ്ങൾ വന്നിരുന്നു. ഒരു AC റെസ്റ്റോറൻറ്റാണ്. സോ ഇറ്റ്സ് ഗുഡ്.
ഉള്ളിൽ വലിയ തിരക്ക് ഇപ്പോൾ കാണാനില്ല, ഒരു നോർമൽ തിരക്കുള്ളൂ. ഈ സമയം ഇതല്ലേ? അതെ, 5 o'clock ലഞ്ച് ഒക്കെ കഴിഞ്ഞ സമയമാവും. ഇനിയിപ്പോൾ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. അതാണ് മെയിൻ കാര്യം. നോക്കട്ടെ. നല്ല വിശപ്പുണ്ടോ? ആനേതിനാളെ വിശപ്പുണ്ട്. ഞാൻ നേരത്തെ ക്യാമറ ഓഫ് ചെയ്തു. നോക്കാം. നമ്മുടെ ഫുഡ് എത്തിയിട്ടാണ്. ഇതേ വല്ലാത്ത ഫുഡായി പോയി. നൂഡിൽസും മട്ടൺ നൂഡിൽസും പിന്നെ ദോശയും മട്ടൺ കറിയും പിന്നെ പ്രോൺസ് ഫ്രൈ ഉണ്ട്, പ്രോൺ 65. വല്ലാത്ത കോമ്പിനേഷൻ ചെയ്ത സാധനങ്ങളായി. കാരണം ലഞ്ചിൻ്റെ സമയമല്ല, എന്നാൽ ഡിന്നറിൻ്റെ സമയമല്ലാത്ത നേരത്തെ നമ്മൾ കയറി വന്നേക്കണം. അപ്പോൾ പിന്നെ കിട്ടിയത് മേടിച്ച് കഴിക്കുക, വേഗം പോവാൻ നോക്കുക, പള്ളിയിൽ പോകാൻ നോക്കുക. അതാണ് ഇപ്പോഴത്തെ പരിപാടി. നോക്കട്ടെ. സോ അങ്ങനെ നമ്മൾ ഫുഡ് അടിച്ചത് ഇറങ്ങുന്നു. സൂപ്പറായിരുന്നു കേട്ടോ. ഇത് നമുക്ക് ഒരു ഡീസൻറ്റ് നല്ല സ്റ്റാൻഡേർഡ് ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മളിവിടെ വന്ന് കഴിച്ച് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഉൾവശം കാണാനും നല്ല സെറ്റപ്പ് ഉണ്ട്. പുറത്ത് നടന്നു വരുന്ന വഴിയിലുണ്ട് ഫുഡ്. ട്രൈ ചെയ്യാനുള്ള ധൈര്യം പോരാ, കാരണം എനിക്ക് ട്രാവൽ ചെയ്യണം ഞങ്ങൾക്ക്. അതുകൊണ്ട് കാറിലാണെന്ന് നമുക്ക് പിന്നെയും കുഴപ്പമുണ്ടായി വരുന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങി 6 മണിക്ക് കുർബാന ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയം നമുക്ക് പള്ളിയുടെ അകത്ത് കയറണം. എന്തായാലും നമ്മളിനി ടുവേർഡ്സ് ദി ചർച്ച്. വഴിയിലൊക്കെ കടകളുണ്ട്. നോക്കിയേ, ചിപ്സ്, കടല, പൊരി, അലുവ കാര്യങ്ങളൊക്കെ ആയിട്ട്. കറുത്തലുവ ഉണ്ട് അവിടെ. ഇത് അലുവ ഇരിക്കുന്നു, ഓറഞ്ച് അലുവ, കറുത്തലുവ, ഓറഞ്ച് അലുവ. ഇത് മാംഗോ ആണോ? മാംഗോ അങ്ങനെ എല്ലാവരും. നോ ആഫ്റ്റർ ടേസ്റ്റ് ചോദിക്കുന്നുണ്ട്. പക്ഷേ ടേസ്റ്റ് ചെയ്താൽ പിന്നെ മേടിക്കേണ്ടി വരും. അതുകൊണ്ട് അത് വേണ്ട, അവരെ നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല. കണ്ട ഈ വഴിയിലൊക്കെ ആൾക്കാരിങ്ങനെ കച്ചവടത്തിനും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരു വേളാങ്കണ്ണി പള്ളി ഇങ്ങനെ തന്നെയാണ്. എന്ന് പറഞ്ഞിട്ട് എന്തെന്നായിട്ട് കമ്പയർ ചെയ്യാനൊന്നുമില്ല. വേളാങ്കണ്ണി പള്ളി നാവ് കുഴയണു കേട്ടാ. അങ്ങനെ നമ്മൾ നേരെ പള്ളി നോക്കി ലക്ഷ്യമിട്ട് പോകുന്നത്. അതാണ് പള്ളി കേട്ടോ. പള്ളിയുടെ ബാക്ക് സൈഡിലേക്കാണ് നമ്മളിപ്പോൾ സൈഡിലേക്ക് എത്തുന്നത്. നമുക്ക് എന്തായാലും അതിൻ്റെ ഫ്രണ്ടിലത്തെ വ്യൂവിലേക്ക് പോവാം. മലയാളം കുർബാന ഉണ്ടെന്നാണ് പറഞ്ഞിട്ടില്ല. മലയാളം കുർബാനയ്ക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് നമ്മൾ. 6 o'clock സമയമുണ്ട് എന്തായാലും. പള്ളിയുടെ ഉള്ളിലത്തെ കാര്യം ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് പണി പാളി. അതായത് കുർബാന 6 മണിക്ക് തമിഴാണ്, മലയാളം നെക്സ്റ്റ് ഡേ ഉള്ളൂ. അപ്പോൾ പിന്നെ വേറെ നോക്കാമല്ലോ, തമിഴിന് കയറുക. ഇവിടെ കുറേ പള്ളികളുണ്ട് കേട്ടോ, ഒരൊറ്റ പള്ളിയില്ല, കുറേ ചെറിയ പള്ളികളുണ്ട്. അവിടെ തന്നെ മെയിൻ പള്ളിയിലാണ് തമിഴ് കുർബാന ഉള്ളത്. അപ്പോൾ നമ്മൾ തമിഴ് കുർബാനയ്ക്ക് ഇന്ന് കയറും. ഇവിടെ ഒരാളുടെ തലയിൽ പൂവൊക്കെ വെച്ചു കേട്ടോ. അത് നമ്മുടെ ഷോർട്സിലുണ്ട്, പൂ വെച്ചതും കാര്യങ്ങളും. നോക്ക്, ആഹാ വലിയൊരു പൂ വെച്ചിട്ടുണ്ട്. അത് അമ്മച്ചിമാർ കുറേ അഴകാ ഇருக்கு, രസമായിട്ടുണ്ട്. അമ്മച്ചിമാർ വെച്ചത് അവിടെ. ഞങ്ങൾ കുർബാനയ്ക്ക് പോവാം. നമ്മൾ ആക്ച്വലി ഈ കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഇവിടെ ഫുള്ള് വേളാങ്കണ്ണി മാതാവിൻ്റെ സ്റ്റാച്യൂസ്, ജീസസ് ക്രൈസ്റ്റ് എല്ലാവരും ഉണ്ട്. അതായത് നമ്മൾ കൊന്തകളുടെ വലിയൊരു കളക്ഷൻ ഇവിടെ കാണാം. അതേപോലെ ഈ ഭാഗത്ത് നമ്മൾ ഇവിടുന്ന് മേടിച്ചത്. അങ്ങനെ ഓൾ ടുഗദർ ഇറ്റ്സ് സൂപ്പർ. ഓക്കെ, എന്തൊരു വരയുണ്ട് അതിൽ. സോ ഇതിലൊരു അവിടെ ഒരു ഷെയ്ഡ് ഒരു വര കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെയും കണ്ടു, ഇവിടെയുണ്ട് ഫുള്ള് സാധനങ്ങൾ. ഓക്കെ, എല്ലായിടത്തും സെയിം തന്നെയാണ് ഉള്ളത് അല്ലേ. നമുക്ക് ഈ വഴിയല്ല, ആ വഴി അങ്ങോട്ട് പോവാം. നമുക്ക് കടലിൻ്റെ അവിടേക്ക് പോകണ്ട, ബീച്ച് ഭാഗത്തേക്ക്. ഇവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ബീച്ചിൻ്റെ ഭാഗം ആ സൈഡിലാണ്. അപ്പോൾ നമ്മളത് തന്നെ അങ്ങോട്ട് മൂവ് ആവുന്നു. ഇനി അവിടെ പോയിട്ട് നോക്കാം എന്താ അവസ്ഥ. ഇഡലി, അപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പുട്ടും ഉണ്ട്. പുട്ട്, ഇഡലി, അപ്പമൊക്കെ ഇവിടെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. മീൻ വറക്കണുണ്ട് അവിടെ. ഇതൊക്കെ ഫിഷ് ഫ്രൈ, ഫിഷ്, ചാള, അയില സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച്. പുട്ട് കണ്ടോ, ചെറിയ പുട്ട്, ഇഡലി, മീൻ. ചീത്ത പറയോ? ഇവിടെ ഫുള്ള് അങ്ങനത്തെ സ്ട്രീറ്റിൽ ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കി വിറ്റുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫിഷൊക്കെ ഉണ്ട്, കണ്ട ഫിഷ് ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ മസാല വരട്ടി വെച്ചിരിക്കണം. അങ്ങനെ
അവർ വിളിക്കുക നമ്മളോട് പോയിട്ട് ഓരോന്ന് കഴിക്കുകയെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് അവിടെ നിന്ന് കഴിക്കാനൊരു ധൈര്യം പോരാ. അവിടെ നമ്മൾ നടന്നു വരുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന പോലെ തന്നെ ഈ ഭാഗത്തും സെയിം 2 സൈഡിലായിട്ട് കടകൾ തന്നെയാണുള്ളത്. വീണ്ടും ഇവിടെ ഒരു ബിസി സ്ട്രീറ്റ് തന്നെയാണ്. ഇവിടെ കണ്ട ഇതൊക്കെ ഇതിൻ്റെ കൊന്തയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്റ്റോർ തന്നെ. അവിടെ ഒന്നും കടകൾ പോരാ, ഇവിടേക്ക് ഇറങ്ങിയാലാണ് ഫുള്ള് കടകൾ അല്ലേ. എന്തായാലും നേരെ ഈ റോഡ് ചെന്ന് അറ്റം മുട്ടുന്നത് ബീച്ചിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫുഡ് സ്റ്റോൾസും അതേപോലെ ഈ ആക്സസറീസിൻ്റെ സ്റ്റോൾസും ഒക്കെ ആയിട്ട് മെഴുതിരികൾ കാണാം നിങ്ങൾക്ക്. അതൊക്കെ മെഴുതിരികളുടെ സ്ഥലമാണ്. നമുക്ക് വലിയ മെഴുതിരി കണ്ട ആ ഗ്രീൻ കളറിലൊക്കെ ഉള്ളത് അതൊക്കെ വലിയ മെഴുതിരികളാണ്. പല വെറൈറ്റി മെഴുതിരികൾ, മറ്റേ കുന്തിരിക്കം, സാമ്പ്രാണിയാണ് കുന്തിരിക്കം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് മേടിക്കുന്നു, നേരെ അങ്ങോട്ട് പോകുന്നു. അതാണ് ഇവിടുത്തെ പേര്. ആ കാണുന്നത് നമ്മുടെ പള്ളി, ഇതേ കാണുന്നത് കണ്ട. അപ്പോൾ ഇതാ വാക്ക് വേ ആണ്, പള്ളിയുടെ ഫ്രണ്ടിലുള്ള ഒരു വാക്ക് വേ ആണ് ഈ കാണുന്നത്. സ്ട്രീറ്റിലാണ് ഈ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുള്ളത്. നമ്മൾ വാക്കിംഗ് ടുവേഴ്സ് ദ ബീച്ചോ സീ എന്നോ പറയാൻ പറ്റും. അല്ലേ അങ്ങനെ നമ്മൾ ഏകദേശം ബീച്ചിൻ്റെ അടുത്ത് എത്താറായിട്ടാണ്. ഇവിടെ കുറേ കടകൾ, നല്ല മണമുണ്ട്, ചില ഫുഡിൻ്റെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. പിന്നെ കപ്പലണ്ടി വറക്കണത് അതേപോലെ നല്ല മണങ്ങളുണ്ട്. പക്ഷേ ബീച്ചിൻ്റെ അടുത്ത് എത്തിയില്ല, അപ്പോൾ അതിൻ്റെ കാറ്റുണ്ട്. പിന്നെ ചില കടയിൽ ഏതെടുത്താലും 20, ഏതെടുത്താലും 10 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റോറുകളാണ്. പള്ളിയൊക്കെ അങ്ങ്, പിന്നെ ഇവിടെയൊക്കെ സ്ട്രീറ്റ് മാർക്കറ്റ് എന്നോ അങ്ങനെയൊക്കെ പറയാം. പിന്നെ അപ്പുറത്ത് കടൽ, അതിൻ്റെ തിരക്ക് തന്നെ കണ്ട. ഇവിടെയൊക്കെ തിരക്കുണ്ട്. ഇപ്പോൾ ഈ രാത്രി നേരത്തെ കടൽ വന്നിട്ടൊന്നും കാണാനൊന്നും ഉണ്ടാവില്ല, എന്നാലും ചെന്ന് നോക്കാം, അല്ല നല്ലത്. നമ്മൾ കടലിൻ്റെ അടുത്തെത്തി. പക്ഷെ നോക്ക്, കടൽ എത്രമാത്രം ഇങ്ങോട്ട് കയറിയിട്ട് നിൽക്കണേന്ന് കാണിച്ചു തരണം. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം. ഇവിടെ നോക്കിയാൽ കാണാമെന്ന് പറഞ്ഞാൽ ഈ നേരത്തെ എന്ത് കാണാനാണ്, ഇരുട്ടത്ത് വന്നിട്ട് കടൽ കാണാനത്ര നമുക്ക്. ഓ ഇവിടം വരെ കടൽ കയറി നിൽക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ട് ആൾക്കാർ നിന്ന് കച്ചവടങ്ങൾ ചെയ്യുന്നു. ഇതെന്താണോ, ഇത് ഡേ ടൈമിൽ വന്നാലോ ഇത് കാണാം. നോക്ക്. ഓ മൈ ഗോഡ്. സോ അങ്ങനെ നമ്മൾ വേളാങ്കണ്ണി പള്ളി, കടൽ കാഴ്ചകൾ, ഫുഡടി കാര്യങ്ങളെല്ലാം കൂടി നിങ്ങൾക്ക് കാണിച്ചു തന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെടും എന്നും വിചാരിക്കുന്നു. ഇനി ഈ വീഡിയോ ചൂടില്ല, ഈ നേരത്ത് നല്ല കാറ്റ് ഉണ്ടായിരുന്നില്ല. ഞാൻ പറയാം, അതെ ചൂട് തോന്നിയിട്ടില്ല. കറക്റ്റ്. ചൂടുണ്ടാവുന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ചൂടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് വിചാരിച്ചത്ര ചൂടില്ല. ഇനിയിപ്പോൾ നാളെ പോകുന്ന സ്ഥലത്തേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ബട്ട് കുഴപ്പമില്ല എന്ന് പറയാം. സോ ഇനി ഒത്തിരി വീഡിയോ വലിച്ചു നീട്ടുന്നില്ല, വെറുതെ നിങ്ങളെ ബോറടിപ്പിച്ചിട്ട് കാര്യമില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.